നമസ്കാരം. അപ്പം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏകവും സാറ്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ പോയിട്ടു. അപ്പം കുളിച്ച് റെഡിയായി. ഇനിയിപ്പം ലക്ഷ്മി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് വേണം പോകണേ. ഇപ്പോൾ പോകാൻ വഴിക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച മഡ് ഹൗസ് ഉണ്ടല്ലോ, അവിടുത്തെ ചേട്ടൻ ഒരു 2-3 ലൊക്കേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് മൂന്നാർ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് മൂന്നാർ ഭാഗത്താണ് 2-3 ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ആ ലൊക്കേഷനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് അവിടെയൊക്കെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ മാക്സിമം കണ്ട് ആസ്വദിച്ചിട്ട് അവർ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം കഴിയുമ്പോൾ എത്താൻ മാത്രമേ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആകുന്നില്ല, കാരണം നേരിയങ്ങൾ ഭാഗത്തൊക്കെ ഇന്നലെയൊക്കെ ആന ഇറങ്ങിയതായിട്ട് ന്യൂസ് വന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സന്ധ്യയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും നേരിയങ്ങൾ കിടക്കാൻ ഭാഗത്തിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇച്ചിരി നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നലെ 11 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് കഴിയുമ്പോൾ തന്നെ കുളിച്ചിട്ടിട്ട് ഉടനെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാമെന്നുള്ള പ്ലാനിങ് ആണ്. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. മാറിയ ടൗണിൽ തന്നെ ഹോട്ടലിൽ കയറിയിട്ട് രാവിലെ പൊറോട്ട, മുട്ടക്കറി, പിന്നെ ചമ്മന്തിയില്ല. ലക്ഷ്മി ഒരു കട്ടനും വാങ്ങിക്കുന്നു. കഴിച്ചോണ്ടിരിക്കുക. നല്ല മുട്ടക്കറിയ. മറയൂർ ടൗണിൽ തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ട് തിരക്കൊന്നുമില്ല ഇവിടെ.
ഞങ്ങളങ്ങനെ പോന്നു കുറച്ച് ദൂരം എത്തി. ഞങ്ങളുടെ ആദ്യത്തെ സ്ഥലം ക്യാൻസലായിപ്പോയി. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. മെയിൻ റോഡിൽ നിന്ന് താഴത്തേക്ക് ഒരു കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് ഇറക്കായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടാന്ന് തോന്നി. പിന്നെ സംഭവം അവിടെ എന്താ ഉള്ളത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവിടെ വേറെ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു ഒരു അരുവി മാത്രമല്ല വേറെ ഒന്നും അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ പോർഷൻ എനിക്ക് ക്യാൻസൽ ചെയ്തിട്ടൊന്നും വേറെ നിവർത്തിയില്ലാതെ ഇപ്പോൾ ഞങ്ങൾ നേരെ അടുത്തുള്ള ലിസ്റ്റുള്ളത് വെച്ചാൽ ഞങ്ങളുടെ കണ്ണൻദേവൻ ഹിൽസ് ഉണ്ട്, പിന്നെ ഇരവികുളം നാഷണൽ പാർക്കുണ്ട്. ഈ 2 സ്ഥലം കൂടെ കൂടി നോക്കാമെന്ന് ചോദിച്ചു. നോക്കിയിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഞങ്ങളിപ്പോൾ ഇവിടെ വഴിയിൽ ഫോട്ടോഷൂട്ട് ഉണ്ട്, ജസ്റ്റ് സ്ഥലത്ത് നിർത്തിക്കുക. ഈ ഫോണിനകത്ത് ക്യാമറ സൂം ചെയ്യാനുള്ള സംവിധാനം ഇല്ല. അതിനകത്ത് സൂം ചെയ്തിട്ട് പലതും കാണാൻ നോക്കിയാൽ അവിടെ മരങ്ങൾക്ക് അവിടെ താഴെയായിട്ട് കുറേ പൂക്കൾ, നല്ല കളർഫുള്ളായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്, പൂക്കളൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ക്യാമറയ്ക്കകത്ത് നോക്കിയൊന്നും ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റു സത്യം. നമ്മളിപ്പോൾ വരുന്ന വഴിക്കുള്ള ലക്കടം വാട്ടർഫാൾസ്, ലക്കം വാട്ടർഫാൾസിലേക്ക് കയറി. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 50 രൂപ. ഞങ്ങളിപ്പോൾ 2 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടം ആ ഭാഗത്താട്ടോ. നമ്മളിപ്പോൾ കൂടെ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുക. അവിടെ അടിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കുളിക്കാനൊക്കെ നമുക്ക് പറ്റും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് നോക്കട്ടെ. ആ കാണുന്ന കേട്ടോ ലക്കം വെള്ളച്ചാട്ടം. ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ താഴെ നിന്നിട്ട് കുളിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നമുക്ക് അടുത്ത് ഇങ്ങോട്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരിപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അങ്ങോട്ട് അടുത്തേക്ക് ക്യാമറ ഇട്ട് ചെന്നാൽ അവർക്ക് ഇറിറ്റേഷൻ ആവുമെന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് നമ്മൾ അധികം ചെല്ലുന്നില്ല. ഇനിയിപ്പോൾ ആൾക്കാരോട് റീൽസൊക്കെ ഷൂട്ട് ചെയ്യണം, നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതെ, ഓപ്ഷൻ അടുത്തേക്ക് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു. അവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ടോ. അത്യാവശ്യം നമുക്കൊരു അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറച്ചപ്പുറം മാറി സ്ത്രീകൾ തന്നെയായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. കുറേ ആണുങ്ങളും കളിക്കുന്നുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കിയൊക്കെ കൊണ്ട് ചെന്ന് നോക്കാം. അങ്ങോട്ട് നടന്നങ്ങ് പോകാൻ പറ്റും കേട്ടോ. അവിടെ കല്ലിക്കൂടെ ഉണ്ടായിരിക്കും.
നമ്മളിപ്പോൾ എത്തിക്കുന്ന മൂന്നാറിലത്തെ റോസ് ഗാർഡനിലാട്ടോ. അവിടെ ഞങ്ങൾ ഇരുവകുളം നാഷണൽ പാർക്ക് ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, അവിടെ പാർക്ക് അടച്ചിട്ടേക്കുന്നു. പിന്നെ ഞങ്ങളുടെ മൂന്നാറിലേക്ക് വന്നപ്പോൾ മൂന്നാർ ഒരു ആനയുടെ സഞ്ചാരമുണ്ട്, ആനപ്പുറത്തുള്ള യാത്രയുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാൾക്ക് 1000 രൂപ എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് പോന്നു. ശേഷം ഞങ്ങളിപ്പം ഇവിടെ മൂന്നാർ തന്നെയുള്ള റോസ് ഗാർഡനിൽ കയറുന്നത്. അവിടുത്തെ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിക്കറ്റിന് 60 രൂപയുടെ റേറ്റ് ഇരുന്നു. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ കാഴ്ചകൾ കയറി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ ക്യാമറയ്ക്ക് ഇവിടെ 500 പറയുന്നത്. ഫ്ലവർ ഗാർഡന് റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരിച്ചിപ്പോൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം തിരിച്ച് വന്ന് നോക്കിയാൽ മൂന്നാറിലെത്തി. മൂന്നാർ ടൗണിൽ കയറിയിട്ട് എസ്.എൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി, വൈഫ് ചിക്കൻ മീൽസ്. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. നേരെ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ വീണ്ടും ഇങ്ങനെ തിരിച്ചു പോകും. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:15 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഫൈനലി ഞങ്ങളത് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ കയറി വന്നു. ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവണം. ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് മിസ്സായിപ്പോയി, ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ 3 ദിവസത്തെ യാത്ര കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോന്നു. ഇനിയിപ്പോൾ മൊത്തത്തിൽ ടയർഡായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി അടുത്ത യാത്രകളുമായിട്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.